അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നല്ല മഴ കേട്ടോ, അവിടെ നല്ല മഴയാണ്, രാവിലെ മുതലേ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് പുറത്തുനിന്നാണ്. മഴ എന്താ പറയുക, ഇതിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഞാൻ മാക്സിമം സൗണ്ടിൽ തന്നെയാണ് പറയുന്നത്. പിന്നെ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും അല്ലേ. ഞാനിന്ന് 10 മണിയൊക്കെ വെച്ചിട്ടുണ്ട് എഴുന്നേൽക്കുമ്പോൾ, പക്ഷേ 10 അല്ല 10, 10:45, 11 മണിയാവാനായിരിക്കും കേട്ടോ. നല്ല കോരിച്ചൊഴിച്ചൊരിയുന്ന മഴ. സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ സ്കൂൾ കുട്ടികളെ കാര്യം സമ്മതിക്കണം, ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. എനിക്കൊരു മഴ കിട്ടിയാൽ മതി, അപ്പം ഞാൻ സ്കൂളിൽ പോകില്ല, അതായിരുന്നു ഞാൻ. പക്ഷെ ഇതിൻ്റെ ആവശ്യമൊന്നും അതല്ല തമാശ ഉള്ള അവൾക്ക് ഇഷ്ടം പോകാൻ. അപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ, സത്യമുണ്ട്. അപ്പോൾ അങ്ങനെ മിടുക്കൊക്കെ ആവണ്ട, ഓളും അങ്ങനെ തന്നെ, ഓളും എന്നെ പോലെ തന്നെ. ഞങ്ങൾ പിന്നെ ഭയങ്കര പ്രാക്ടീസ്ഡ് ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടായിരിക്കാം. അപ്പം ഞാൻ ഇന്ന് പറയാവുന്നതല്ല മഴൻ്റെ കാര്യമൊന്നുമല്ല ഗൈസ്. പിന്നെ ഈ വീട് ഞാൻ നിങ്ങൾക്ക് ഹോം ടൂറിൽ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇനി ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് 10ാമത്തെ വീടാണ്. അപ്പോൾ റെൻ്റൊന്നല്ല, ഇപ്പം അങ്ങനെ എടുക്കും ഉണ്ടാക്കും. പിന്നെ അതിനിടയിൽ 2-3 ഫ്ലാറ്റിൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു റെൻറ്റിന്. അപ്പോൾ അത് കൂട്ടുണ്ടല്ലോ, ഞങ്ങൾ സ്വന്തമായിട്ട് എടുത്തിട്ടുള്ളത് 10 വീടാണ്. 10 വീട് എടുക്കില്ല, 10 വീട് എടുക്കും, വിൽക്കും എടുക്കും. ഞങ്ങൾ തന്നെ കേട്ടോ ഉപ്പാനെ അത് ഒരു ഇത് വെച്ചിട്ടത്. ഞങ്ങൾ സ്കൂൾ പഠിക്കുമ്പോൾ വീട് വെക്കും. അപ്പോൾ ഞങ്ങൾ പറയും, അപ്പോൾ അറിയൂ എനിക്ക് ഭയങ്കര പേടിയപ്പാ, അവിടെ നായ വരുന്നുണ്ട്, എന്നെ കടിക്കാൻ വരുന്നുണ്ട് എന്നൊക്കെ പറയും. പിന്നെ ഞങ്ങൾക്ക് പോക്കുവരവിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറച്ച് മെയിൻ റോഡിലല്ലായിരുന്നു. പിന്നെ കടം, അപ്പോൾ അങ്ങനെ ഇപ്പോൾ വെക്കും, എന്നിട്ട് വീണ്ടും വീടെടുക്കും. അപ്പോൾ എല്ലാവരും പറയും കട ആയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പിന്നെയും നല്ല വീടെടുക്കുന്നത്, അങ്ങനെ കളിക്കുന്ന ഒരാളാണ് പപ്പ. അപ്പോൾ ഇപ്പം അങ്ങനെ ലാസ്റ്റ് എടുത്ത വീടാണ്. ഇത് കുറച്ച് ചെറുതായി പോയിട്ടുണ്ട്. അപ്പോൾ വിചാരിക്കുമ്പോൾ വലിയത് പറയാൻ ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ എൻ്റെ രീതിക്ക് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ആൾക്കാരാണെങ്കിൽ ആദ്യമേ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാനുള്ള സത്യമാണ് പറയുന്നത്. ഇത് അറിയാലോ, ഇപ്പോൾ അസുഖം വന്നിട്ട് ഇപ്പോൾ ചെയ്ത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ഓരോ വിയർപ്പുവാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു തന്നതല്ല. അങ്ങനെ ഏത് വീട്ടിലും ഞാൻ കയറുമ്പോൾ എനിക്കിങ്ങനെ ആണല്ലോ ഞാൻ. അപ്പോൾ ഉമ്മ അപ്പി എൻ്റെ പാത്തുമത്തി പറഞ്ഞ ഉമ്മാൻ്റെ ഉമ്മ ഉപ്പാൻ്റെ മക്ക ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കയറുമ്പോൾ എല്ലാവരും സുബഹിക്കാട്ടോ ഞങ്ങൾ എപ്പോഴും കയറിയിട്ടുള്ളത്. അതിൽ ഏതോ ഒരു വീട് മാത്രം അസർ മഗ്‌രിബിന് കയറിയിട്ടുണ്ട്, ബാക്കിയൊക്കെ സുബഹിക്കാണ്. അപ്പോൾ സുബഹിക്ക് ഇങ്ങനെ കയറുമ്പോൾ എന്താ പറയുക, ഉപ്പാണ് എന്നെ എടുക്കൽ. എന്നെ എടുക്കാന്ന് പറഞ്ഞാൽ അതിന് വേണമല്ലേ ഒരു ഭാഗ്യം, വലിയ കുട്ടിയായിട്ട്. അപ്പോൾ ഉമ്മ അപ്പിയൊക്കെ ഇങ്ങനെ കയറും. അന്നൊക്കെ ഞങ്ങൾ സ്കൂളിലായിരുന്നു. ഇവിടേക്ക് ആണ്, ഇവിടെയും 2-3 വീടുമാണ് അപ്പിയുടെ കല്യാണം കഴിഞ്ഞിട്ട് കയറുന്നത്. അപ്പോഴും ഇപ്പം നാട്ടോ അപ്പോൾ അളിയനും ഉണ്ടായിരുന്നേ. പിന്നെ അപ്പോൾ കയറുമ്പോൾ എൻ്റെ ഉപ്പ എന്നെ എടുക്കുന്നത്, സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഉപ്പ എടുക്കുമ്പോൾ ആൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെയല്ല, നമ്മൾ കൊച്ചുകുട്ടികളങ്ങനെ അങ്ങനെ കുത്തര പിടിക്കില്ലേ, എല്ലാ മക്കളെയും നമ്മൾ എടുക്കുന്ന ആ ഒരു ടൈപ്പിലാണ് ഈ ഒരു പ്രായമുള്ള എടുത്തിട്ടുള്ളത്. ഇപ്പോഴല്ല, ഇപ്പോൾ മരിക്കുന്നത് വരെ എവിടെ എടുക്കാന്ന് വെച്ചപ്പോൾ എടുത്തുകൊണ്ട് നടക്കാമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നെ ഉപ്പ എടുത്തിട്ടുള്ളത് ഒരു പ്രത്യേക രീതിയിലാണ്. ഞാനിങ്ങനെ വൈകല്യമുള്ള ആളാണെന്ന് തോന്നിക്കാത്ത വിധത്തിൽ അത് ഉപ്പക്ക് തന്നെ കഴിയുന്നത്. എൻ്റെ മാമന്മാരും ഒക്കെ എടുക്കൽ നമ്മൾ ഇങ്ങനെ 2 കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെയാണ് എടുക്കുക, ഓട്ടോറിക്ഷയിലൊക്കെ കാറിലേക്കായാലും. പക്ഷേ എൻ്റെ ഉമ്മ പറയുക, എൻ്റെ ഉപ്പൊക്കെ എന്നെ കഴിയുന്നത് അളിയൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കല്യാണത്തിന് പങ്കെടുത്തത് അപ്പിൻ്റെ, അത് കഴിഞ്ഞിട്ട് എൻ്റെ മാമൻ്റെ. അപ്പോൾ എടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ സ്കൂട്ടറിലോട്ട്, ഉപ്പാൻ്റെ സ്കൂട്ടറിലോട്ട്. പിന്നെ അവിടെ നിന്ന് വീടെത്തിക്കഴിഞ്ഞാൽ ഓരോ വീട്ടിലേക്ക്, അങ്ങനെയാണ് കേട്ടോ. വീൽചെയറിലിപ്പോൾ ഈ വീൽചെയർ ആയതുകൊണ്ടല്ലേ എനിക്ക് എപ്പോഴും പറ്റുന്നത്, മറ്റേത് അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ ഉപ്പ തന്നെയാണ് അങ്ങനെ എന്തൊരു കാര്യത്തിനും ഉപ്പ എടുക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയാണ് പറ്റില്ല. കുഞ്ഞുനാളിൽ എനിക്ക് അറിയില്ലല്ലോ, പക്ഷേ ഞാനൊരു ഓർമ്മ വെച്ച് നാൾ മുതലേ എന്നെ എടുക്കുമ്പോൾ എനിക്ക് ഒരു വൈകല്യം അറിയില്ല, അങ്ങനെയാണ് എൻ്റെ ഉപ്പ എടുക്കുക. അപ്പോൾ ആ ഉപ്പ എടുത്ത് ഇങ്ങനെ കയറും, എന്നിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ നമസ്കരിക്കാനൊക്കെ നിൽക്കുക. അപ്പോൾ അങ്ങനെ ലാസ്റ്റിലേക്ക് ഇപ്പോൾ ഇവിടെ ഈ വീട്ടിലേക്ക് വന്ന് ഞങ്ങൾ ഇതേപോലെ സുബഹിക്ക് കയറി, എന്താ പറയുക, ഇങ്ങനെ കയറുക കേട്ടോ. അവിടെ നല്ല സ്റ്റെപ്പായിരുന്നു, ഇപ്പോഴല്ല റാമ്പായത്. എൻ്റെ വണ്ടിക്ക് വേണ്ടിയിട്ട് 2 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഭയങ്കര ഹൈറ്റ് ആയിരുന്നു തറ. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കേട്ടോ. പക്ഷെ ഞങ്ങളിവിടെ ഇതാട്ടോ ഇവിടെ ഈ കാണുന്നതൊക്കെ പറമ്പല്ല, വയൽ തൂക്കിയിട്ട് മണ്ണിട്ടിട്ട് സെറ്റാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും മടിയിട്ടുണ്ടാവുന്നത് എൻ്റെ അടുത്ത വീട്ടിൽ അപ്പോഴും കാണുന്നതാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ആ ഉയരത്തേക്ക് ഞാൻ ഇങ്ങനെ വഴിയിൽ വിചാരിച്ചു ഇപ്പം ഇനി എങ്ങനെയാ എന്നെ ഇവിടെ കഴിച്ച പല കൂടെ ഞാൻ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കസുപ്പുണ്ട്, മാറിയിട്ടുണ്ട്, പിന്നെ അത് കാര്യമാണ്. അപ്പോൾ എന്താ പറയുക, ഞങ്ങളതിൽ മാറി വെച്ചപ്പോഴൊക്കെ ഓവർ അധ്വാനിച്ചിട്ടായിരിക്കാം അത് വീണ്ടും വന്ന് റെസ്റ്റാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം അങ്ങനെ എടുത്തിൻ്റെ കാര്യം അപ്പി കയറി ഉപ്പാണല്ലോ റെസ്റ്റ് കയറാം. അപ്പോൾ ഉപ്പ കയറുമ്പോൾ അതുകൊണ്ട് എനിക്കും കയറാം, ഞാനും ഫസ്റ്റോ. അപ്പം ഉപ്പ എന്നെ ഇങ്ങനെ എടുത്ത് കയറുമ്പോൾ ഉപ്പ എന്താണെന്നറിയാത്തൊരു വാക്ക് ഉപ്പ പറഞ്ഞു. നമ്മളിങ്ങനെ വിളിക്കുമല്ലോ, ഉപ്പ പറയാം ഇതിൻ്റെ അവസാനത്തെ വീടായിരിക്കും. ഉപ്പ ഞങ്ങൾക്കത് വലിയത് വീട്ടില്ല, കാരണം ഉപ്പൊക്കെ അസുഖം മാറിയല്ലോ, പിന്നീടല്ല അധികം ഇത്. അപ്പോൾ എന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത്? അപ്പം ഇങ്ങനെ കയറുമ്പോൾ ബിസ്സുകളിൽ കയറുമ്പോൾ ഉപ്പ എന്നെ എടുത്തിട്ട് പറഞ്ഞിട്ടിൻ്റെ അവസാനത്തെ വീടായിരിക്കും എന്ന് എന്നും എൻ്റെ മനസ്സിലുണ്ട്. ആഫി പറയും, ഉമ്മ പറയും, എൻ്റെ ഉപ്പ അങ്ങനെ പറയാൻ കാരണമാണ് ഇപ്പം അറിഞ്ഞിട്ടാണോ? ഇപ്പം എനിക്കറിയില്ല, ഞാൻ അള്ളാഹു അങ്ങനെ പറയിപ്പിച്ചതാണോ? സത്യമായി എന്തായാലും അറം പറ്റി, അത് സത്യമായി. കയറി അഞ്ചിൻ്റെ അന്ന് തന്നെ ഉപ്പൊക്കെ അസുഖം തുടങ്ങി, അതേ ഹാപ്പി ആയിരുന്നു. പിന്നെ ഓവറായി ഒരു കൊല്ലം കഷ്ടപ്പെടുന്നു. ഇപ്പോൾ മരണപ്പെട്ടു 2013 ജാനുവരി 1 ഇപ്പോൾ മരണപ്പെട്ടത്. അപ്പോൾ എന്താ പറയുക, അവർ ആയുസ് കൊടുത്തിട്ടില്ല. പക്ഷെ എൻ്റെ ഉപ്പ അങ്ങനെയൊന്നും പറയാത്ത ഒരാളാണ്. അധികം ഉമ്മ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയല്ല എന്തെങ്കിലുമൊക്കെ നമ്മൾ എപ്പോഴും പറയും. പക്ഷെ ഉപ്പ അങ്ങനെയൊന്നും പറയില്ല. പക്ഷെ ഉപ്പ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അത് എന്നെ എടുത്തിട്ട് ഇനി ഇതിൻ്റെ അവസാനത്തെ വീടാണ്, അല്ല അവസാനത്തെ കാഴ്ചയാണ്, ഇതിനി അവസാനത്തെ വീടാണ് എന്നും പറഞ്ഞു. അത് സത്യം പറയുകയാണെങ്കിൽ അത് അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതാ കുറച്ചുകൂടി ഒന്ന് റോഡ് സൈഡിലേക്കൊക്കെ മാറണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കുറേ ആദ്യമൊക്കെ തോന്നി. ഞങ്ങളതുവരെ പോസ്റ്റ് വരെ വണ്ടി വരുള്ളൂ എനിക്ക് വേണ്ടിയിട്ട്. അപ്പോഴും ഞങ്ങൾക്ക് മനസ്സ് വരുന്നില്ല. ഒന്നാമത് ഉപ്പാൻ്റെ വിയർപ്പ്, രണ്ടാമത് എന്തായാലും ഉപ്പം ഇല്ലാതെ ഞങ്ങൾ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് ഹാൻഡിൽ ചെയ്തിട്ടില്ല. എല്ലാത്തിനും ഉപ്പുണ്ടാവും, പക്ഷെ ഒരിക്കലും അത് ശരിയാവില്ല എന്ന് ഉമ്മയും പറഞ്ഞു. നമുക്കൊരു വീടുണ്ട്, ഇത് മതി, ഇതന്നെ ഹണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമുക്കിത് കൊട്ടാരം തന്നെയാണ്. എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്, ബസ് ഇറങ്ങിയിട്ട് ഒരുപാട് ആളുകൾ ആ വളവും തിരിഞ്ഞും. ഇപ്പം ഞങ്ങൾ അപ്പിൻ്റെ വീട്ടിലേക്ക് തന്നെ വെള്ളിമാട് നിന്നാണ് ഒരുപാട് ചുറ്റണം. നിർമ്മല ഹോസ്പിറ്റലിൻ്റെ താഴോട്ട് വരണം, അല്ല ഓപ്പോസിറ്റ് വന്നിട്ട് മാധ്യമം പ്രസിന് താഴോട്ട് വരണം. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ബസ് ഇറങ്ങിയിട്ടില്ല, ഒറ്റ ഓട്ടത്തിന് ഓടി നിർത്തി വീട് ഏത് രാത്രിയിലാണ്. അപ്പോൾ അത് അൽഹംദുലില്ലാ അപ്പോൾ വലിയ കിട്ടലല്ല. അപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു ഇപ്പം എനിക്ക് പ്രയാസമില്ലല്ലോ ഈ വണ്ടിയുള്ളതിനോട്, അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് കൊട്ടാരാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ നീ ഇത് ഇവിടെ വെക്കട്ടെ, എന്തായാലും ഇങ്ങനെ വീട് എടുക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ഇതുണ്ടാവില്ലല്ലോ, അത് വേണ്ട, ഇത് മതി. അപ്പോൾ ഞാൻ ഈ ഒരു വാക്ക്, എൻ്റെ ഉപ്പൻ്റെ വാക്ക് അറം പറ്റി എന്നുള്ളൊരു വാക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ ഒന്നും കണ്ടന്റ് ചോദിച്ചാൽ വേറൊരു കണ്ടന്റ് ഇല്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞോളി. എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞത്, ഞാൻ എൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞത് എൻ്റെ ലൈഫിൽ എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അതാണ് അത് ചിലർക്ക് ഇഷ്ടമാവാം, ചിലർക്ക് ഇഷ്ടമല്ലാതിരിക്കാം. അപ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ അനുഭവങ്ങൾ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അത് അവരെ അനുഭവത്തിൽ വരുമ്പോഴേ അവർക്കത് മനസ്സിലാവത്തുള്ളൂ. വരാതിരിക്കട്ടെ, അല്ലാത്ത പക്ഷം എല്ലാം കെട്ടുകഥകൾ മാത്രമായിരിക്കും. പക്ഷെ എൻ്റെത് കെട്ടുകഥയല്ല, ഞാൻ പഠിച്ചവനാണ് സത്യം. ആ ഒരു കാര്യം സത്യം ഞാൻ എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നല്ല മഴ വരുന്നുണ്ട്, അപ്പം ഇനി വെള്ളം ഒന്നും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.